ഫെഡറേഷൻ എന്ന് പറയുക KWRF നമ്മൾ പ്രവർത്തകരെ മറ്റുള്ള സംഘടനകൾക്ക് ഒരു മാതൃകയായി മാറും. നമ്മുടെ പ്രവർത്തനം തന്നെ നമുക്ക് ഏത് രാഷ്ട്രീയക്കാർക്കും നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് അവരോട് പൊരുതാൻ കഴിയും. മറ്റുള്ള പാർട്ടിക്കാർക്ക് അത് കഴിയൂല. ഈ ഏത് പാർട്ടിക്കാരാണെങ്കിലും അത് ഒരു രാഷ്ട്രീയത്തിന്റെ കീഴിലാവുമ്പോൾ അവർക്കെതിരായിട്ട് നമുക്ക് മുദ്രാവാക്യം വിളിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ആർക്കും വേണമെങ്കിലും ചെയ്യാം. ആയതുകൊണ്ട് നമ്മളെ കുറച്ച് സജ്ജപ്പെടുത്തി മറ്റുള്ള ഈ തീരെ പുറത്തിറങ്ങാൻ കഴിയാത്ത കുറെ ഭിന്നശേഷിക്കാരുണ്ട്. അവർക്കൊക്കെ അവരെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കൊരു ഉന്മേഷം കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാം. എന്ത് കാര്യങ്ങൾക്ക് ഇടപെട്ടിട്ട് ഇപ്പോ താലൂക്കിനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങള് ജില്ലയിൽ അവതരിപ്പിക്കുക. ജില്ല കൂടി ആലോചിച്ച് അതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മളെ താലൂക്കിൽ ഇവിടെ കൂടിയ ആളുകൾ ഇതിൽ കുറച്ച് കമ്മിയാണ്. എന്നാൽ തന്നെ ഇതിൽ കൂടുതലാണെന്നാ പറഞ്ഞത്. അപ്പൊ വെച്ചാലേ ഉള്ള ആളുകളൊക്കെ നമ്മളതിൽ ചേർത്ത് പിടിക്കുക, മെമ്പർഷിപ്പ് ഇല്ല, അങ്ങനെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. എത്രമാത്രം പറഞ്ഞു ഞാൻ മനസ്സിലാക്കി. വിവിധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് തലത്തിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടക്കുന്നുണ്ട്. പല കായിക മേഖലകളിലൊക്കെയുണ്ട്. പല ആളുകളും വീൽചെയർ ഇരുന്നുകൊണ്ട് തന്നെ ക്രിക്കറ്റ്, വോളിബോള്, ഇങ്ങനെ പലതരം മത്സരങ്ങൾ, നീന്തൽ, റഗ്ബി, ഇതൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ താലൂക്കിൽ നിന്ന് 4 പേര് പൊന്നാനി താലൂക്കിൽ നിന്ന് ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കുകയും സ്വർണ്ണ മെഡലുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കഴിവുകൾ, ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് നമ്മൾ വിനിയോഗിക്കും. പല തരത്തിലുണ്ട്. സാധാരണ ഒരു സംഘടനയൊക്കെ ഉണ്ടാകുമ്പോൾ പാട്ട് പാടാൻ അതിൽ അവസാനിച്ചിരുന്നു. എങ്കിൽ മാത്രമേ ഇങ്ങനൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥർക്കും ഭരണകർത്താക്കൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ബോധ്യമാകുകയുള്ളൂ. മുമ്പ് വീടുകളിൽ കഴിഞ്ഞിരുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടത്ത് അടുത്ത അയൽവാസികൾക്ക് മാത്രമേ ചിലപ്പോൾ നമ്മളെ അറിഞ്ഞോളൂ എന്നും പോകും. കുറച്ചപ്പുറത്ത് മാറി അവരെ ചെന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ നമ്മളെ അറിയില്ല. അപ്പൊ അത്തരം സ്ഥിതിയിൽ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചുപോക്കുണ്ടാവുക, മുന്നോട്ട് പോകണം. നമ്മുടെ തൊട്ടടുത്ത കവലകളിൽ മാത്രം നമ്മൾ അറിയപ്പെട്ടാൽ പോരാ. ജില്ലാ കമ്മിറ്റിക്കും പൂര കമ്മിറ്റിക്കും ആശംസ അറിയിക്കുന്നതോടൊപ്പം ഏകദേശം 3 വർഷത്തോളമായി KWRF കൂടെ കൂടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഷെയറിൻ നാട്ടുകാരനാണ്. അവർ നിലയ്ക്ക് അദ്ദേഹത്തിന് സന്ദർശിക്കുമ്പോഴാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് ഞങ്ങളെ താലൂക്ക് അടിസ്ഥാനത്തിൽ ഒരു ടൂർ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. ആദ്യം ഇത്തിരി ശങ്കിച്ചു നിന്നു. കാരണം ഇത് എങ്ങനെ, ഏത് ലെവലിൽ എന്നുള്ളതൊക്കെ. പിന്നീട് മനസ്സിലായത് വളരെ സിമ്പിളാണെന്നും അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് വളണ്ടിയേഴ്സിനൊക്കെ കൂടി നല്ല മനോഹരമായ ഒരു ടൂറ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ നല്ല മനോഹരമായ ഒരു ടൂറ് ഞങ്ങൾ സംഘടിപ്പിച്ചു. വളരെ ഉഷാറായിട്ട് പോകാനും സാധിച്ചു. പക്ഷെ അതിന് കിട്ടിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ, വിനോദിനെ പോലത്തെ, സാജിദാനെ പോലത്തെ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അന്ന് ഒരുപാട് ആളുകൾ അന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞു. ആ പരിചയം പിന്നെ നിർത്തിയിട്ടില്ല. അത് ജീവിതത്തിൽ അങ്ങോട്ട് പകർത്തി പിന്നെ അവർ അതായത് വീൽ ചെയറിൽ മാത്രമല്ല അതിൻ്റെ കൂടെ അങ്ങോട്ട് നമ്മളെ ജീവിതം തന്നെ അതിലേക്ക് അങ്ങോട്ട് മാറ്റാൻ സാധിച്ചു. അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ പ്രവർത്തിക്കേണ്ടി വന്നത് കാഴ്ചയില്ലാത്തവരുടെ കൂടെയാണ്. അവരുടെ കമ്മിറ്റി ആയി മാറി. താലൂക്ക് കമ്മിറ്റി ട്രഷറർ ആകേണ്ടി വന്നു. കാരണം അവർ കാഴ്ചയില്ലാത്ത കമ്മിറ്റികളാകുമ്പോൾ ഒരാൾ കാഴ്ചയുള്ളതാണ്. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സരസ്വതി ജനറൽ സെക്രട്ടറി മജീദ് അവരുടെ കമ്മിറ്റി നിലവിൽ വരുന്നില്ല.